സുഹൃത്തുക്കളെ, ഇന്ത്യൻ പാർലമെന്റിൽ പിന്നെ നയപ്രഖ്യാപന പ്രമേയവുമായി ബന്ധപ്പെട്ട രാഷ്ട്രപതിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ അവസാനത്തെ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പാർലമെന്റ് കണ്ട അക്ഷരാർത്ഥത്തിൽ നരേന്ദ്രമോദി ആറാടുകയാണെന്ന് തന്നെ പറയണം. ഇതുവരെയുള്ള ഇപ്പോഴും പിന്നെ പ്രസംഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ഇതുവരെയുള്ള കണക്കുകളുമായിട്ടാണ് ഞാൻ മുന്നോട്ട് വരുന്നത്. ഇതുവരെയുള്ള കാരണം ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ രേഖപ്പെടുത്തപ്പെടേണ്ടുന്ന പിന്നെ അതിന്റെ സുവർണ താളുകളിൽ രേഖപ്പെടുത്തപ്പെടേണ്ടുന്ന തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടേണ്ടുന്ന ഒരു പ്രസംഗമായിട്ട് ഇത് മാറുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. കാരണം നർമ്മത്തിന് നർമ്മം, ഡാറ്റയ്ക്ക് ഡാറ്റ, എല്ലാം ഫാക്ട്സ് വെച്ചിട്ട് എണ്ണി ഓരോ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെന്റിൽ. ഇന്ത്യൻ പാർലമെന്റ് കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച പ്രസംഗമായിട്ട് ഇത് മാറുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പൊ തന്നെ ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വിവരങ്ങളുടെ പിന്നെ ഒരു ഡാറ്റയിലേക്ക് വരികയാണ്. അദ്ദേഹം പറഞ്ഞത് 99 സീറ്റ് ആഘോഷമാക്കുന്ന പിന്നെ കോൺഗ്രസിനെ പരിഹസിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് 99 സീറ്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഉദാഹരണം, ഞാനൊരു സംഭവം ഓർക്കുന്നു. 99 മാർക്ക് നേടിയ ഒരു പയ്യൻ ഉണ്ടായിരുന്നു. ആ മാർക്ക് എല്ലാവരെയും കാണിക്കുമായിരുന്നു. 99 എന്ന് കേൾക്കുമ്പോൾ ആളുകൾ അവനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. കാരണം 99 മാർക്ക് എന്നാ പറയണേ. പിന്നെ അപ്പോൾ ഒരു ടീച്ചർ വന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് മധുരം വിതരണം ചെയ്യുന്നതെന്ന്. 100-ൽ അല്ല 99, 543-ലാണ് 99 സീറ്റ് കിട്ടിയത് എന്ന് ഓർക്കണമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന് 1984 ശേഷം ഒരിക്കൽ പോലും പിന്നെ ആവശ്യമായൊരു സീറ്റ് 250 സീറ്റ് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. 1984 അതും ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന്റെ സഹതാപം കൊണ്ടുള്ള തെരഞ്ഞെടുപ്പിലാണ്. 84 പിന്നെ കിട്ടിയതിനു ശേഷം 250 സീറ്റ് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നല്ല, കോൺഗ്രസിന് അങ്ങനെ ഭരിക്കാൻ പറ്റുന്ന സാഹചര്യം നല്ല രീതിയിൽ ഉണ്ടായിട്ടുമില്ലായിരുന്നില്ല. മുന്നണി ബന്ധങ്ങളുടെയൊക്കെ പേരിൽ നടന്നിട്ടില്ല. കാരണം 89-ൽ രാജീവ് ഗാന്ധി പരാജയപ്പെടുന്നു. 91-ൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതുകൊണ്ട് മാത്രമുള്ള സഹതാപ തരംഗത്തിലാണ് പിന്നീട് നരസിംഹറാവു അധികാരത്തിൽ വരുന്നത്. അതും നമുക്കറിയാം. അതും കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. രാജീവ് ഗാന്ധിയുടെ മരണം ഉണ്ടായിട്ടില്ലെങ്കിൽ ആ സമയത്ത് അവർക്ക് അധികാരത്തിൽ എത്താൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഏറ്റവും ഇതായിട്ട് പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം 4 നിയമസഭകളിലേക്ക് കൂടി തെരഞ്ഞെടുപ്പ് നടന്നു. 4 സംസ്ഥാനങ്ങളിലും NDA സഖ്യം വൻ വിജയം നേടി. ഒഡീഷ പിടിച്ചെടുക്കുന്നു, ആന്ധ്രാപ്രദേശ് NDA സഖ്യം, ഒഡീഷ BJP പിടിച്ചെടുക്കുന്നു, ആന്ധ്രാപ്രദേശ് NDA സഖ്യം പിടിച്ചെടുക്കുന്നു, അരുണാചൽ പ്രദേശിലും സിക്കിമിലും തന്നെ അങ്ങനെ തന്നെ വരുന്നു. അതോടൊപ്പം തന്നെ അതിന് മുമ്പ് പിന്നെ നടന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ അവിടെയും പിടിച്ചെടുക്കുന്നു. 2023 അവസാനം പിന്നെ മധ്യപ്രദേശിൽ തുടരുന്നു, ഛത്തീസ്ഗഡ് പിടിച്ചെടുക്കുന്നു, രാജസ്ഥാൻ പിടിച്ചെടുക്കുന്നു. ഈ വിവരങ്ങളെല്ലാം തന്നെ വെച്ചുകൊണ്ടാണ് പിന്നെ ഇതിലെന്താണ് നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ളത്? 543-ലാണ് നിങ്ങൾക്ക് 99 കിട്ടിയത്, അല്ലാതെ 100-ൽ 99 മാർക്ക് കിട്ടിയ കുട്ടിയുടെ അതേ മാനസികാവസ്ഥയോട് കൂടിയിട്ട് പോകരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രസംഗം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിന്റെ പിന്നെ ബാക്കി കുറച്ച് ഡാറ്റ കൂടി അദ്ദേഹം പറഞ്ഞിട്ടുള്ള വിവരങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾ ദയവായി ക്ഷമിക്കുക, ഞാൻ ഓരോന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. പിന്നെ ഇദ്ദേഹം വളരെ തന്ത്രപൂർവ്വം ഒരു വിഷയം എടുത്തിട്ടുണ്ട്. സവർക്കറെ പോലെയുള്ള ദേശാഭിമാനികളെ അപമാനിക്കുന്നു എന്ന് പറയുമ്പം അത് വളരെ കൃത്യമായി മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാടി സഖ്യത്തിനകത്ത് വലിയ പിന്നെ ഇമ്പാക്ട് ഉണ്ടാക്കും. ഈ സവർക്കർ വിഷയം അവരെ പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കത്തിച്ചിരുന്നെങ്കിൽ അവർക്ക് ഈ ഒരു തിരിച്ചടി മഹാരാഷ്ട്രയിൽ ഉണ്ടാവുമായിരുന്നില്ല. സവർക്കർ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ വലിയ വികാരമാണ്. ഉദ്ധവ് താക്കറെയും പിന്നെ അതേപോലെ തന്നെ ശരത് പവാറും 1.5 വർഷം മുമ്പ് ഈ സവർക്കർ വിവാദത്തിൽ പിന്നെ ഉണ്ടാക്കിയ സമയത്ത് രാഹുൽ ഗാന്ധിയോട് മേലാൽ സവർക്കർ എന്ന് പറഞ്ഞു പോകരുത് എന്ന് പറഞ്ഞ് താക്കീത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ മഹാരാഷ്ട്രക്കാരുടെ ഒരു വികാരത്തെ പോലും കത്തിക്കും. ഈ പ്രസംഗത്തിലെ പ്രസക്തമായിട്ടുള്ള മറ്റു ചില ഭാഗങ്ങൾ പറയുകയാണ്. ഒന്ന്, 60 വർഷത്തിന് ശേഷമാണ് തുടർച്ചയായി ഒരു സർക്കാർ 3 തവണ അധികാരത്തിൽ വരുന്നത്. ഇതിനു മുമ്പ് ജവഹർലാൽ നെഹ്റുവിന് മാത്രമാണ് അങ്ങനെ 3 തവണ പിന്നെ പ്രധാനമന്ത്രിയാവാൻ കഴിഞ്ഞത്. അതിനുശേഷം ആർക്കും ഇതിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ 2014 മുമ്പ് പത്രം തുറന്നാൽ എന്നും തട്ടിപ്പിന്റെയും അഴിമതിയുടെയും വാർത്തകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യല്ലേ? ഒരു ക്യാബിനറ്റ് 2 മന്ത്രിസഭകൾ തുടർച്ചയായിട്ട് ഭരിച്ചിട്ട് ഏതെങ്കിലും ഒരു മന്ത്രിക്ക് ഇതിന് അഴിമതി ആരോപണം പോലും, അഴിമതി നടത്തണ്ട, അഴിമതി ആരോപണം ഉന്നയിക്കാൻ പോലും കഴിയുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ സർക്കാർ നമ്മളെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉണ്ടാവണത് ഇതുവരെയുള്ള ചരിത്രത്തിൽ. അതിനു മുമ്പ് എന്തായിരുന്നു? 2G സ്പെക്ട്രം, പിന്നെ ബാക്കിയുള്ള അഴിമതികൾ, ബോഫോഴ്സ്, എന്തെല്ലാം കുംഭകോണങ്ങൾ, ടെലികോം കുംഭകോണം, എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ 2014 മുമ്പ് വീട് വെക്കണമെങ്കിൽ പിന്നെ കൈക്കൂലി കൊടുക്കണം. പിന്നെ ആവാസ് യോജനയല്ലേ, IAY-യിലെ, അത് സത്യമാണ്. അതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പേര് അനുഭവിച്ചിട്ടുള്ളതാണ്. ഗ്യാസ് കണക്ഷൻ കിട്ടാനും ഫോണിന്റെ കണക്ഷൻ കിട്ടാനും
പിന്നെ MP-മാരുടെ മുമ്പിൽ യാചിച്ച് നിൽക്കേണ്ടി വരുമായിരുന്നു. സത്യമല്ലേ? ഒരു BSNL കണക്ഷൻ കിട്ടണമെങ്കിൽ, അത് ലാൻഡ് ഫോണിന്റെ കണക്ഷൻ കിട്ടുന്നുണ്ടെങ്കിലും ഗ്യാസിന്റെ കണക്ഷൻ കിട്ടണമെങ്കിൽ MP കോട്ടയിൽ കിട്ടുമെന്ന് ഏറ്റവും അവസാനം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. 2014 മുമ്പ് ഒന്നും നടക്കില്ലെന്ന് കരുതിയ രാജ്യത്ത് ഇന്ന് എല്ലാം ഒന്നും അസാധ്യമല്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വേറൊന്ന്, ഈ കഴിഞ്ഞ 3 തവണയും 2014, 2019, 2024 100 സീറ്റ് തികയ്ക്കാൻ, 543 സീറ്റിൽ 100 സീറ്റ് സ്വന്തമായി തികയ്ക്കാൻ പിന്നെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും BJPയുടെ പകുതിയിൽ താഴെയുള്ള സീറ്റ്. അതാലോചിച്ച് നോക്കണം. പകുതിയിൽ താഴെ 40% സീറ്റേ ഉള്ളൂ BJP ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. അത്ര സീറ്റേ ഉള്ളൂ അവർക്ക്. അപ്പോൾ ആ കാര്യം അദ്ദേഹം എടുത്തു കൊടുത്ത് പിന്നെ പറയുന്നുണ്ട്. എന്തായിരുന്നാലും അവിടെ ഇപ്പം സംഭവിച്ചു. ഇപ്പം ഇന്നലെ മനോഹരമായിട്ട് ഇന്നലെ രാഹുൽ ഗാന്ധി പ്രസന്റ് ചെയ്തെങ്കിലും ആ പ്രസന്റ് ചെയ്തത് അബദ്ധമായി പോയി എന്ന് തോന്നുന്ന രീതിയിലാണ് ഇപ്പം മറുപടി കൊടുത്തിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുള്ളി വസ്തുതാപരമായിട്ടല്ല ചരിത്രബോധത്തോടെയല്ല സംസാരിച്ചത്. വെറുതെ പറഞ്ഞു, കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറഞ്ഞു. പിന്നെ പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിലുള്ള ഒരു ഉദയം തന്നെയായിരുന്നു. 13 സംസ്ഥാനങ്ങളിൽ 0 ആണെങ്കിലും ഹീറോ ആണെന്നും പാർട്ടി ഇപ്പോൾ വെന്റിലേറ്ററിൽ എങ്കിലും ശ്വാസം എടുക്കുന്നുണ്ടല്ലോ എന്നുമാണ് കോൺഗ്രസിന്റെ മനസ്സിൽ എന്നും പറഞ്ഞിട്ടുണ്ട്. 13 സംസ്ഥാനങ്ങളിൽ ഒരു സീറ്റും കിട്ടിയിട്ടില്ല. രാജ്യത്ത് 28 സംസ്ഥാനങ്ങളിൽ, പിന്നെ പോണ്ടിച്ചേരി ഉൾപ്പെടെ കേന്ദ്രഭരണ പ്രദേശങ്ങളൊക്കെ കൂടി കൂട്ടിയിട്ട് 28 സംസ്ഥാനങ്ങളിൽ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആകെ 3 സംസ്ഥാനത്താണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരുള്ളത്. 3 സംസ്ഥാനത്ത്, തെലങ്കാനയിലും ആന്ധ്രയിലും ഹിമാചൽ പ്രദേശിലും. ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ മത്സരിച്ചപ്പോൾ 64 സീറ്റിൽ വെറും 2 സീറ്റിലാണ്. 3 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ്. അതായത് ഈ ഗോവ പോലെയോ മണിപ്പൂർ പോലെയോ സിക്കിം പോലെയുള്ള സംസ്ഥാനങ്ങളല്ല, 3 സംസ്ഥാനങ്ങളിലും കൂടിയായിട്ട് പിന്നെ 2 സീറ്റിലാണ് 64 സീറ്റിലും വിജയിച്ചത്. നേർക്ക് നേരെ BJPയും കോൺഗ്രസും എവിടെയൊക്കെ ഏറ്റുമുട്ടിയോ അവിടെ കോൺഗ്രസിന്റെ വോട്ട് വിഹിതം വെറും 26% മാത്രമാണ്. വളരെ ഡാറ്റ എടുത്തിട്ട് അദ്ദേഹം പറഞ്ഞത് വല്ലാത്തൊരു ഇടപെടലാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഏറ്റവും കൃത്യമായിട്ടുള്ള പ്ലാൻ ചെയ്ത്, പിന്നെ ഇന്നലെ നല്ലൊരു ഹോംവർക്ക് നടത്തിയിട്ടുണ്ട്. ഇന്നലത്തെ അനുഭവം വെച്ചിട്ട് ഇന്നലെ രാത്രി തന്നെ ഹോംവർക്ക് നടത്തിയിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്തിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. പ്രസംഗം എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. പക്ഷേ പ്രതിപക്ഷം ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വന്തം തെറ്റ് മറച്ചു വെച്ചുകൊണ്ട് അമ്മയ്ക്ക് മുമ്പിൽ നല്ലവനായി അഭിനയിച്ച് വാവിട്ട് കരയുന്ന കുട്ടി നടത്തുന്ന അഭിനയം പോലെയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ പ്രകടനം എന്ന് പറയുന്നു. ബാലക ബുദ്ധിയുടെ പ്രകടനമാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. കൊച്ചുകുട്ടിയായിട്ട് വീണ്ടും ഉപമിക്കുകയാണ്. കുട്ടി എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നുണ്ട്. പിന്നെ വളച്ചൊടിച്ചതാണ്. ഹിന്ദുക്കൾ ഹിംസ ചെയ്യുന്നവരാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇതാണ് നിങ്ങളുടെ സംസ്കാരം, ഇതാണ് നിങ്ങളുടെ പാരമ്പര്യം. ശരിക്കും പറഞ്ഞാൽ ഹിന്ദുക്കൾ ഹിംസ ചെയ്യുന്നവരാണ് എന്നല്ല രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. അംബേദ്കറുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ ജവഹർലാൽ നെഹ്റു ശ്രമിച്ചെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. അംബേദ്കറെ പരാജയപ്പെടുത്താൻ സ്വാധീനവും നെഹ്റു പ്രയോഗിച്ചു. അദ്ദേഹത്തിന്റെ തോൽവി നെഹ്റു ആഘോഷിക്കുകയും ചെയ്തു. മറ്റൊരു ദളിത് നേതാവായ ജഗ്ജീവൻ റാമിനെയും അടിച്ചമർത്തി. ഇതൊക്കെ സത്യമാട്ടോ. ജഗ്ജീവൻ റാം ഒരു കാരണവശാലും പ്രധാനമന്ത്രി ആകരുതെന്ന് ആഗ്രഹിച്ച് ഇന്ദിരാഗാന്ധിയെ മുമ്പിൽ കൊണ്ടുവന്നു. ചൗധരി ചരൺ സിംഗിനോടും ഇതേ സമീപനമാണ് പുലർത്തിയത്. പിന്നെ ഇതൊക്കെ സത്യമാണ്, ഇതൊക്കെ ഫാക്റ്റാണ്. ഞാൻ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ തന്നെ നെഹ്റു 2ാം ടൈം വരില്ല. നെഹ്റു ഓരോരുത്തരെ ഒതുക്കി മോളെ മുമ്പിലേക്ക് കൊണ്ടുവരിയത്, മുൻനിര നേതാക്കന്മാരെ ഒതുക്കിയത് കുടുംബ വാഴ്ചയുടെ ഒരു ചരിത്രം തന്നെയാണ് ആവർത്തിച്ചത്. ഇന്ദിരാഗാന്ധി നെഹ്റുവിന്റെ മരണത്തിന് ശേഷം ഇന്ദിരാഗാന്ധി അധികാരം പിടിച്ചെടുക്കുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരയായ ഭരണാധികാരിയായിരുന്നു ഇന്ദിരാഗാന്ധി. വെടിയേറ്റ് മരണപ്പെട്ട് കൂടെ നടക്കുന്ന ഒരു വെടി വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ പറയട്ടെ, നമ്മളെ വീട്ടിലെ വേലക്കാരെ നമുക്ക് മോഷ്ടിക്കാനൊക്കെ വേണ്ടിയിട്ട് വല്ല വിഷം തന്നിട്ട് എന്തെങ്കിലും കൊന്നു വരും. അല്ലാതെ ഒരു ലാഭവും കിട്ടാതെ ഞങ്ങൾ അകത്ത് പോകുന്ന കരുതിയിട്ട് കൊല്ലുമ്പം ആ ക്രൂരത കണ്ട് അനുഭവിച്ചിട്ടാണ്. അത്ര കണ്ട് വെറുക്കപ്പെട്ട ഒരു സ്ത്രീ ആയിട്ടാണ്. അയൺ ലേഡി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, വെടി കൊണ്ട് മരിച്ചിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കൂടെ നടക്കുന്നവർക്ക് വെടി വെക്കാൻ തോന്നി. അവരെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക ഈ ക്രൂരതകൾ. അതേപോലെ അഗ്നിവീറിലും മിനിമം താങ്ങുവിലയിലും ഭരണഘടനയിലും ഒക്കെ ഇവർ നുണ പറഞ്ഞു. സത്യമാണ്. കാരണം അഗ്നിവീറിലുള്ളവർക്ക് പിന്നെ നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല എന്ന് ഇന്നലെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. ഇന്ന് അഗ്നിവീറിലെ ഇരയായിട്ടുള്ള സൈനികരുടെ കുടുംബങ്ങൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്ര കിട്ടി, 1,08,00,000 രൂപ കിട്ടി. 50 ലക്ഷം ഒരു വഴിക്ക്, പിന്നെ 40 ലക്ഷം രൂപ പിന്നെ ഇവരുടെ അംഗീകൃത പിന്നെ സൈനിക ഇൻഷുറൻസ് എല്ലാം ഉൾപ്പെടെ അങ്ങനെയുള്ള 1,08,00,000 രൂപ ഒരു കുടുംബത്തിന് കിട്ടിയതാ. പിന്നെ ആഗോളതലത്തിൽ ഇന്ത്യയെ ബഹുമാനത്തോടെയാണോ ലോകം വീക്ഷിക്കുന്നത്? സത്യമല്ലേ?
ഇന്ന് ലോകത്തെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഉക്രൈൻ റഷ്യൻ യുദ്ധത്തിൽ പിന്നെ ഇരുകൂട്ടരും ഇന്ത്യയാണ് സമീപിച്ചത്. പലസ്തീനും ഇസ്രായേലും ഇന്ത്യയുമായിട്ട് സമീപിക്കുന്നു. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യങ്ങളിൽ ഒന്ന് കോഡ് സഖ്യം. ജപ്പാനും കൊറിയയും പിന്നെ അമേരിക്കയും ഇന്ത്യയും ദക്ഷിണ കൊറിയ കേട്ടോ പിന്നെ ഒക്കെ കൂടിയിട്ടുള്ളത്. വേറെ സഖ്യം UAE, സൗദി അറേബ്യ, ഇന്ത്യ, അമേരിക്ക, ഇങ്ങനെ എത്ര സഖ്യങ്ങൾ. G20യുടെ പിന്നെ കഴിഞ്ഞ തവണത്തെ പിന്നെ സമ്മേളനങ്ങൾ ഇന്ത്യയിൽ നടത്തിയപ്പോൾ ഏറ്റവും ഈ G20യുടെ ഇതുവരെയുള്ള സമ്മേളന സെഷനുകളുടെ ഇത് വെച്ച് നോക്കുമ്പം ഇന്ത്യയുടെ വൈവിധ്യം പരിചയപ്പെടുത്തി കൊടുത്തു. ഒന്ന് ചൈന അവകാശപ്പെടുന്ന അവരതെന്ന് പറയുന്ന അരുണാചൽ പ്രദേശിൽ നടത്തി. ഒന്ന് പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിക്കുന്ന സമാധാനം ഇല്ല എന്ന് പറഞ്ഞ കാശ്മീരിൽ നടത്തി. ഇപ്പം ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള കാശ്മീരിൽ സമാധാനമുണ്ട്. നാട്ടുകാരങ്ങോട്ട് ടൂറിന് പോകുന്നുണ്ട്. ലുലുവിൻ്റെ യൂസഫ് അലി അവിടെ എപ്പോഴാണ് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പരിപാടി തുടങ്ങിയത്. അവിടെ മാത്രമല്ല ഉത്തർപ്രദേശിൽ. ഇതെല്ലാം വലിയ മാറ്റങ്ങളാണ്. അഴിമതിയില്ല എന്നുള്ളത്. ബാക്കിയുള്ളതൊക്കെ പിന്നെ പല വിഷയങ്ങളും ഉണ്ടാവും. അത് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളൊക്കെ ഇനിയും ഉണ്ടാവും. അതിലും സംശയമൊന്നുമില്ല. പക്ഷേ ഇതുവരെയുള്ള ഇന്ത്യൻ ഗവൺമെന്റുകളെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ സർക്കാർ ഫാർ ബെറ്റർ ആയിരുന്നു എന്നുള്ളത് നമുക്ക് അനുഭൂതി കൂടി പറയാൻ പറ്റുമല്ലോ. ഓക്കെ, എന്തായിരുന്നാലും ഇതുവരെയുള്ള അപ്ഡേറ്റ്സ് ഇതാണ്. പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ അതുമായിട്ട് വീണ്ടും വരാം. ഇതുവരെയുള്ളത് വെച്ച് നോക്കുമ്പോൾ അതിന്റെ അവസാനം എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ഇതുവരെയുള്ള ഒരു സംസാരം വെച്ച് നോക്കുമ്പോൾ ഇത് പിന്നെ മനോഹരമായിട്ടുണ്ട്. കാരണം ഈ പിന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ നമുക്കൊരു വിശ്വാസം തോന്നുന്നുണ്ട്. കാരണം ഇന്നലെ പിന്നെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ നന്നായിട്ട് ആക്ട് ചെയ്തു രാഹുൽ ഗാന്ധി. പറഞ്ഞതൊക്കെ ഇപ്പോൾ നമ്മളെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് എന്തെല്ലാം പറയും, നമ്മളെല്ലാവരും അങ്ങനെ തന്നെ വായിത്തോന്നൊക്കെ വിളിച്ചു പറയും. പക്ഷേ അതിനെ കൗണ്ടർ ചെയ്തു ഡാറ്റാസ് വെച്ചിട്ട് പിന്നെ ഇദ്ദേഹം. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ പ്രകടനം വളരെ മെച്ചപ്പെട്ടതായിരുന്നു. കുറേ കാലത്തിന് ശേഷം 10 കൊല്ലം പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല. ശക്തമായ പ്രതിപക്ഷം വേണം. ശക്തമായ പ്രതിപക്ഷം ഉള്ളത് കൊണ്ടാണ് നരേന്ദ്രമോദി ഇത്രയും കാലങ്ങൾ തണുത്ത് നിന്ന് നരേന്ദ്രമോദിക്ക് ഇത്രയും സ്ട്രോങ് ആയി കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കേണ്ടി വന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ കനമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മടിയിൽ കനമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ആരെയും വഴിയിൽ പേടിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. കാരണം അഴിമതിയില്ല, ബാക്കിയുള്ള കാര്യങ്ങളില്ല, ഇവരെ പോലെ കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല, കുടുംബമില്ല, ഒന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം പിന്നെ വളരെ നിസ്വാർത്ഥമായി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയ ആളാണ്. അദ്ദേഹം അധികാരത്തിന് വേണ്ടി പോലും വന്നതല്ല, സ്വയംസേവകനായിരുന്നു. അവർ നിർദ്ദേശിച്ചപ്പം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി. ഇവിടുത്തെ നമ്മളെ കുമ്മനം രാജശേഖരന്റെ മാതിരി. എന്തായിരുന്നാൽ ആ രീതിയിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം നിറഞ്ഞ മനോഹരമായ നിമിഷങ്ങൾ തന്നെയാണ് ഇന്നലെ നടന്നതും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഇതിന്റെ അവസാന ഘട്ടം എങ്ങനെയാവുന്നുള്ള അറിയില്ല. ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ആയിട്ട് തിരിച്ചു വരാം. സന്തോഷം തോന്നുന്നുണ്ട് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ. പക്ഷെ അവിടെ ഒച്ചവിളിയും തല്ലുപിടി ഉണ്ടാക്കാതിരുന്നാൽ മതി.